ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയല്ലേ സ്നേഹിച്ചത്? എന്നിട്ടും നിങ്ങൾ എന്നോട് ചെയ്തതെന്താ? അവൾ അവനോട് തുറന്നു ചോദിച്ചു. എടാ മതിയടാ, ഇന്ദ്രൻ പാവോ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ടാണ് അവൻ മൗനം പാലിച്ചത്. അല്ലാതെ എൻ്റെ ഇന്ദ്രൻ നിന്നെ ചതിച്ചതൊന്നുമല്ല. ലക്ഷ്മിയിൽ നിന്നറിഞ്ഞ ആദിയെ അവന് സ്വന്തം സഹോദരിയെ പോലെ പെരുത്തിഷ്ട. സത്യം പറഞ്ഞ ഞാൻ പോലും നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം എൻ്റെ ഇന്ദ്രനാണ്. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്നറിഞ്ഞാൽ ലക്ഷ്മി പിന്നെ ഇവനോട് അകൽച്ച കാണിക്കുമോ എന്ന് ഇവനും ഭയന്നു. കാരണം ഞാൻ വീട്ടിൽ വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതുമൊക്കെ നീ ലച്ചുവിനോടും ലച്ചുവതി ഇവനോടും പറയുമായിരുന്നു. അതുകൊണ്ട് നമ്മളായിട്ട് ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തേണ്ട. പ്രണയിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. കാർത്തി തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതും അതുവരെ കടിച്ചു പിടിച്ച പുഞ്ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറാൻ അധിക സമയമൊന്നും എടുത്തില്ല. അവളുടെ ആ ചിരി കണ്ടതും ഇന്ദ്രനും കാർത്തിയുമൊക്കെ അവളെ മാറി മാറി നോക്കി. അല്ല, നീ എന്താ പെണ്ണെ ചിരിക്കുന്നത്? പെട്ടെന്നെന്തോ ഓർത്ത പോലെ കാർത്തി ചോദിച്ചു. എൻ്റെ കാർത്തിയേട്ടാ, ഞാൻ ഇന്ദ്രേട്ടനെ നിങ്ങളുടെ ചിട്ടിക്കമ്പനിയിൽ പലതവണ കണ്ടിട്ടുണ്ട്. ലച്ചുവിനോട് ഞാൻ അതേപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഇന്ദ്രേട്ടൻ കാർത്തിയേട്ടനോട് സംസാരിക്കാൻ ചെന്നതായിരിക്കുമെന്നാണ് അവൾ പറഞ്ഞത്. അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ലച്ചുവിന് ഈ ഇന്ദ്രനെ. എന്നാ അതിനുശേഷവും ഞാൻ പലതവണ ഇന്ദ്രേട്ടനെ കാർത്തിയേട്ടൻ്റെ കൂടെ കണ്ടിരുന്നു. എന്നിട്ട് നീ എന്താ ആദി അതേപ്പറ്റി ലച്ചുവിനോടൊന്നും പറയാതിരുന്നത്? കുറച്ചു മുൻപ് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ കാർത്തിയേട്ടാ, സ്നേഹിക്കുന്നവർക്കിടയിൽ നമ്മൾ കാരണം ഒരു വിള്ളൽ ഉണ്ടാകരുതെന്ന്. അതുതന്നെയാണ് അന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നത്. പിന്നെ ഇന്ദ്രേട്ടനെ പറ്റി ഞാൻ ചെറിയൊരു അന്വേഷണം നടത്തിയിരുന്നു. എൻ്റെ ലച്ചുവിന് ചേരുന്നതാണോ എന്ന് എനിക്കറിയണ്ടേ. എന്നിട്ട് ഇവനെക്കുറിച്ച് എന്താ അറിഞ്ഞത്? ഇന്ദ്രേട്ടൻ കാർത്തിയേട്ടൻ്റെ നല്ല സുഹൃത്താണ്, സ്നേഹമുള്ളവനാണ്. എൻ്റെ ലച്ചുവിനെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എന്തായാലും ഇത് പൊളിച്ചാതി. നീ ഞങ്ങളുടെ കാർത്തിക്ക് ചേരുന്ന ഭാര്യ തന്നെ. ക്രിസ്റ്റി അവളോടായി പറഞ്ഞതും ഉമ്മറത്ത് മറ്റൊരു ശബ്ദമുയർന്നു. ഇവളെപ്പോലെ ഒരു കറുമ്പിക്ക് എന്ത് യോഗ്യതയാണ് മനക്കൽ തറവാട്ടിലെ മരുമകളാകാൻ? ഒരു വിവാഹമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചടങ്ങുകളുണ്ടെന്നറിയുമോ? എന്തെങ്കിലും ഇവളുടെ വീട്ടുകാരോ ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? ഇവളുടെ തള്ളയോ തന്തയോ ആരെങ്കിലും ഇവളെ തേടി വന്നിട്ടുണ്ടോ? രാധികയും സാവിത്രിയും കിട്ടിയ അവസരം മുതലാക്കാൻ തുടങ്ങി. എങ്ങനെ വരും രാധികേച്ചി? ഈ ജാതകദോഷക്കാരിയെ അവരെല്ലാം എഴുതി തള്ളിയതാണ്. ഇനി മനക്കിലുള്ളവർ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ഈശ്വരന്മാർക്കും മാത്രം അറിയാം. എന്ത് വന്നാലും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ഭഗവാനേ. സാവി മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ചതും അവിടെയുണ്ടായിരുന്ന ഫ്ലവർ വേസ് നിലത്തേക്ക് വീണുടഞ്ഞതും ഒരുമിച്ചായിരുന്നു. വേണ്ട ഏട്ടാ, പോട്ട്, സാരമില്ല. സാവിയമ്മയുടെ നേരെ ചാടാൻ തുടങ്ങിയ കാർത്തിയെ ആദി തടഞ്ഞു. ഡി, കൂടുതൽ നല്ല പിള്ളയൊന്നും ചമയണ്ട. ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഈ വരവ് പോലും. സാവി അവളെ പഴിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മാധവിയമ്മയും ദേവച്ചനും അവിടേക്ക് കടന്നു വന്നത്. എന്താ സാവിത്രി, നിനക്കിതുവരെ ഈ വഴക്കൊന്നും അവസാനിപ്പിക്കാറായില്ലേ? ദേവചന്ദ്രൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലുയർന്നതും അകത്തിരുന്ന സത്യനും കരുണനും കൂടി പുറത്തേക്ക് വന്നു. അതോടെ ദേവിൻ്റെ സ്വരം അവർക്ക് നേരെയായി. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? ഈ വീടിൻ്റെ സമാധാനം കളയാനാണോ? അയാളുടെ സ്വരം ഉച്ചത്തിലുയർന്നതും ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ദേവചന്ദ്രൻ അവിടെയുള്ളവരോട് സംസാരിച്ചു തുടങ്ങി. ഈ വീടിനൊരു സംസ്കാരമുണ്ട്. അതനുസരിച്ച് വേണം നീയൊക്കെ ഇവിടെ പെരുമാറാൻ. ഈ കൊച്ചിവിടെ വന്നത് മുതൽ ഞാൻ കാണുന്നുണ്ട്. അതിനോട് നീയൊക്കെ കാണിക്കുന്ന ശത്രുത. അത് പിന്നെ ദേവച്ച, തറവാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നൊരു പെണ്ണാണോ ഇവൾ? അച്ഛൻ തന്നെ പറയൂ, എന്ത് കുടുംബമഹിമയാണ് ഇവൾക്കുള്ളത്? ഓഹോ, അപ്പോൾ അതാണ് കാര്യം. എൻ്റെ സാവിത്രി, ഈ കുട്ടിയുടെ കൂടെ ജീവിക്കുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ അല്ല, ഈ നിൽക്കുന്ന കാർത്തിയാണ്. അവനതിൽ ഒന്നും പ്രശ്നമില്ലെങ്കിൽ ഇവിടെ ആർക്കാണതിൽ കുഴപ്പം? ഇനി നിങ്ങൾക്കിതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊക്കെ സ്വന്തമായി വീടും കൂടുമൊക്കെ ഉണ്ടല്ലോ.
അയാൾ അവരോട് തുറന്നു ചോദിച്ചു. അല്ലെങ്കിലും ദേവച്ചന് താല്പര്യമെന്നും കാർത്തിയാണല്ലോ. ഞങ്ങളൊക്കെ വെറും പുറമ്പോക്ക്. അതുകൊണ്ടാണല്ലോ അച്ഛൻ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പരസ്യമായിട്ട് പറഞ്ഞത്. സാവിത്രിയുടെ സ്വരം അല്പം ദേഷ്യത്തോടെ ഉയർന്നു. മക്കളെ, നിങ്ങളിടയ്ക്ക് മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വീടും സ്ഥലവുമെല്ലാം ഈ നിൽക്കുന്ന കാർത്തിക്കിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇവിടേക്ക് ഇടിച്ചു കയറി വരികയും നിരന്തരം പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങളൊക്കെയാണ്. ഇനി അത് പറ്റില്ല. അവൻ കുടുംബമായി ജീവിക്കുന്ന ഈ സ്ഥലത്ത് അവന് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അതുപോലെ നിങ്ങൾക്കിവിടെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കാർത്തിയെ പോലെ അവൻ്റെ ഭാര്യയെയും അംഗീകരിച്ചുകൊണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിവിടുന്ന് ഇറങ്ങാം. ദേവിൻ്റെ ശക്തമായ തുറന്നു പറച്ചിലൂടെ മറുപടിയൊന്നും പറയാൻ കഴിയാതെ സാവിയും കൂട്ടരും വന്ന വഴി അകത്തേക്ക് നടന്നു. അവരെല്ലാം പോയതും ദേവച്ചൻ്റെ സ്വരം ആദിക്ക് നേരെ ഉയർന്നു. മോളെ, ഇതുപോലെയുള്ള പല ആളുകളും നിന്റെ മുന്നിൽ കുരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുക. അല്ലെങ്കിൽ നാളെ ഇതുങ്ങൾ നിന്റെ തലയിൽ കയറി നിറങ്ങും. മനസ്സിലായോ മുത്തശ്ശൻ്റെ കുട്ടിക്ക്? ആയി മുത്തശ്ശ. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വല്ലാതെ എങ്ങായിപ്പോയി. ഞാൻ കാരണം ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. സാവിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ് മുത്തശ്ശ. അത്രയ്ക്ക് നശിച്ച ജന്മമാണ് എൻ്റേത്. അവൾ ഏറെ വേദനയോടെ അവരോട് പറഞ്ഞതും കാർത്തി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മോളെ, നിന്റെ നശിച്ച ജന്മമാണെന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ മനുഷ്യർ സ്വയം പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? അല്ല, എനിക്കറിയാം. ഞാൻ ജനിച്ചത് പിന്നെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു കാല് നഷ്ടപ്പെടാൻ പോലും കാരണം ഞാനാ. അതുപോലെ എൻ്റെ മുത്തശ്ശിയുടെ മരണം എല്ലാം എൻ്റെ വരവോടെ മാത്രം. ആദി തൻ്റെ പഴയ ജീവിതമോർത്ത് പൊട്ടിക്കരഞ്ഞു. ആ സമയത്തെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, എൻ്റെ ഏട്ടത്തിപ്പെണ്ണ് ഇത്രേ ഉള്ളോ? ദേ ഇങ്ങോട്ട് നോക്കിയേ. സാൻവി തനിക്ക് പറ്റുന്ന രീതിയിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ കാർത്തിയുടെ സുഹൃത്തുക്കളും. എന്നാൽ ആരെക്കൊണ്ടും അവളുടെ ഉള്ളിലെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ സാവിത്രിയുടെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. ഇനി അവിടെ നിന്നാ താൻ പൊട്ടിപ്പോകുമെന്ന് തോന്നിയ ആദി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് തിരിഞ്ഞോടി. അത് കണ്ടതും മാധവിയമ്മയുടെ സ്വരം അവൻ്റെ നേർക്കുയർന്നു. മോനെ, ആദിമോളുടെ മനസ്സിൽ സാവി പറഞ്ഞ വാക്കുകളാണ്. അതോടൊപ്പം അവൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളും. അതൊക്കെ മനസ്സിൽ നിന്ന് പോകാൻ സമയമെടുക്കും. അതുകൊണ്ട് മോൻ അവളുടെ അരികിലേക്ക് ചെല്ല്. അവളുടെ വിഷമങ്ങൾ കേട്ട് അവളെ ആശ്വസിപ്പിക്ക്. അവൾക്ക് സ്നേഹിക്കാനും പരാതി പറയാനും നീ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ വിഷമങ്ങൾക്കും നീ മരുന്നാകണം. മാധവി അമ്മ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. റൂമിലെത്തിയ ആദിയുടെ മനസ്സ് നിറയെ കാർത്തിക്കിൻ്റെ മുഖമായിരുന്നു. താൻ കാരണം കാർത്തിയുടെ ജീവന് ആപത്ത് വരുമോ എന്നുള്ള ഭയം അവളുടെ ഉള്ളിൽ കുമിഞ്ഞു കൂടാൻ തുടങ്ങി. ഇല്ല, ഒരാപത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഏട്ടനാ. അവളുടെ മനസ്സിലേക്ക് അതുവരെ നേരിട്ട പഴയ കാര്യങ്ങളത്രയും അവളുടെ ചിന്തയിലേക്ക് കടന്നു വന്നതും അവൾ സമനില തെറ്റിയവളെ പോലെ തന്നോട് തന്നെ ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി. ഒപ്പം അവളുടെ കുഞ്ഞി കണ്ണ് നിറയാനും. റൂമിലേക്ക് വന്ന കാർത്തി കാണുന്നത് ആരോടൊന്നില്ലാതെ സംസാരിക്കുന്ന ആദിയെയാണ്. ഒരു നിമിഷം അവളുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടതും അവന് വല്ലാതെ ഭയവും വേദനയും തോന്നി. എന്താടാ ഇത്? നീ എന്തൊക്കെയാ പറയുന്നേ? അവൻ അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് പേടിയാവുന്നു കാർത്തിയേട്ടാ. ഞാനൊരു ഭാഗ്യദോഷിയാണ്. ഞാൻ എവിടെ പോയാലും അവിടെയുള്ളവർക്ക് സങ്കടം മാത്രമാണ് എന്നെക്കൊണ്ട് കിട്ടുക. ഇപ്പം തന്നെ കണ്ടില്ലേ, ഏട്ടൻ്റെ വീട്ടുകാർ തമ്മിലുണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഞാൻ കാരണമാണ്. എൻ്റെ ദോഷമാണ്. അവളൊരു പരാതി കണക്കെ അവനോട് പറയാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല ആദി. എൻ്റെ കുടുംബക്കാരെക്കുറിച്ച് നിനക്കറിയില്ലേ? നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കുട്ടി അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെയല്ല കാർത്തിയേട്ടാ. എനിക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അതെൻ്റെ ഏട്ടനെയും ബാധിക്കും. എനിക്ക് ഉറപ്പാ. എൻ്റെ അച്ഛനും മുത്തശ്ശിയുമൊക്കെ
ഞാൻ കാരണം ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഏട്ടന് സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടിരിക്കില്ല. അങ്ങനെയൊന്നും വരില്ല പെണ്ണേ, അതൊക്കെ നിന്റെ തോന്നലാണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ വർഷങ്ങളോളം ജീവിക്കും. ഒരാൾക്ക് പോലും നമ്മളെ വേർപെടുത്താൻ കഴിയില്ലാതീ. അവൻ അവളുടെ വിഷമം തീരുന്നത് വരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അവളൊന്ന് അടങ്ങിയെന്ന് കണ്ടതും കാർത്തി അവളോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. മോളെ, നിന്റെ പാസ്റ്റ് അതിന് എന്തുമായിക്കോട്ടെ. മനക്കിലെ കാർത്തികേയന് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, മനസ്സിലായോ? ഇപ്പോൾ നീ കാർത്തിയുടെ പെണ്ണ, എൻ്റെ പ്രാണൻ. ആ നീ ഒന്ന് വീക്കായ അതെന്നെയാ ബാധിക്കുന്നത്. അതുമാത്രം എൻ്റെ കൊച്ചോർത്തിരുന്നാൽ മതി. അത് കേട്ടതും അവൾ അവനെ അമർത്തിപ്പുണർന്നു. ഇനി ഒരിക്കലും അവനെ വിട്ടു പോകുവാൻ കഴിയില്ലെന്ന് പറയുന്നത് പോലെ ആ ചേർത്ത് പിടിക്കലിൽ അവളുടെ സ്നേഹം പ്രകടമായിരുന്നു. അല്പനേരം അവളോടൊപ്പം ഇരുന്നതും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമായി. അവളൊന്ന് ഓക്കെ ആയെന്ന് കണ്ടതും അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഡി പെണ്ണേ, നീ ഈ ഇരിപ്പിരുന്നാൽ എങ്ങനെയാ ശരിയാകുന്നേ? അതുകൊണ്ട് എൻ്റെ കൊച്ചൊന്ന് ഫ്രഷായി വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ എങ്ങോട്ടുമില്ല കാർത്തിയേട്ടാ, എൻ്റെ മനസ്സ് ശരിയല്ല. ഏട്ടന് പോകണമെങ്കിൽ പോയിട്ട് വാ. അങ്ങനെ നീ ഇല്ലാതെ ഈ കാർത്തിക്ക് എവിടെയും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആദി, പോകുവാണെങ്കിൽ ഒരുമിച്ച്. ഇനി അത് ചിട്ടിക്കമ്പനിയിലേക്കാണെങ്കിൽ അങ്ങനെ തന്നെ, അവൻ അവളോട് പറഞ്ഞു നിർത്തി. ചിട്ടിക്കമ്പനിയിലേക്കോ? അവിടെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ആദിയുടെ സ്വരം അവൻ്റെ നേർക്കുയർന്നു. എൻ്റെ കുഞ്ഞെ, അവിടെ ചെയ്യാനാണോ പണികളില്ലാത്തത്? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും നോക്കി നടത്തേണ്ടതും നീയാണ്. ഞാനോ? എനിക്കിവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കാർത്തിയേട്ടാ. അത് പോരാ മോളെ. ഇനി അങ്ങോട്ട് എന്നോടൊപ്പം എൻ്റെ ബിസിനസ്സിലും നിന്റെ പ്രസൻസ് ഉണ്ടാകണം. നാളെ ഞാനില്ലെങ്കിൽ പോലും നീ എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഏട്ടനിത് എന്തൊക്കെയാ പറയുന്നേ? പെട്ടെന്ന് അവളുടെ മുഖം മാറി. അങ്ങനെയല്ല പൊന്നെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. തൽക്കാലം ഇതൊക്കെ മാറ്റിവെച്ച് നീ ഒന്ന് റെഡിയായി വാ. നമുക്ക് പുറത്തേക്കൊക്കെ കറങ്ങി കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ചിട്ട് വരാം. അങ്ങനെ കാർത്തിയുടെ നിർബന്ധം കൊണ്ട് പുറത്തു പോകാൻ വേണ്ടി അവൾ ഫ്രഷ് ആകാൻ വാഷ്റൂമിലേക്ക് കയറി. അത് കണ്ടുകൊണ്ടാണ് അവൻ അപ്പുറത്തുള്ള റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മറ്റും കയറിയത്. ആദ്യം തിരിച്ചിറങ്ങുന്നതിന് മുൻപ് ഫ്രഷായി തിരികെ റൂമിൽ കയറണമെന്ന് ഒരു വാശി കാർത്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10 മിനിറ്റിനുള്ളിൽ കാർത്തി ഒരുമാതിരിപ്പെട്ട തൻ്റെ പണികളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ആദിയുടെ അരികിലേക്ക് അവൻ കുതിച്ചു. അപ്പോഴേക്കും അവളും റെഡിയായി മുന്നോട്ട് വന്നു കഴിഞ്ഞിരുന്നു. എന്താ ആദി കൊച്ചേ, നിന്റെ വിഷമങ്ങളൊന്നും ഇനിയും മാറിയില്ലേ? അങ്ങനെയല്ല കാർത്തിയേട്ടാ, ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെയാണ് ഞാൻ വളർന്ന സാഹചര്യം. ഇനി ഏട്ടനും കൂടി എന്തെങ്കിലും സംഭവിച്ചാ? മതി, നിർത്തിക്കോ പെണ്ണേ. ഇനി ഇതൊക്കെ പറഞ്ഞെൻ്റെ മൂഡ് കളയാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമാതി. ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏട്ടാ, എൻ്റെ പെണ്ണേ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നമ്മുടെ രണ്ടിൻ്റെയും ജാതകം ലീലേച്ചിയുടെ നിർബന്ധത്തിൽ 2 പേരെ കൊണ്ട് നോക്കിച്ചിരുന്നു. അന്നവരെല്ലാവരും അത് നോക്കിയിട്ട് പറഞ്ഞത് നമ്മുടേത് ചേരേണ്ട ജാതകമാണെന്നാണ്. 10ൽ 10 പൊരുത്തവും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്കെന്ത് പ്രശ്നം വരാനാണ്? പിന്നെ ഇവരൊക്കെ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടിരുന്ന നമ്മുടെ നല്ല നിമിഷങ്ങൾ അത്രയും കടന്നു പോകും. അതുകൊണ്ട് എൻ്റെ കുട്ടി ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു മൂലയിൽ ഒതുക്കി വെച്ചതിന് ശേഷം വേണം ഈ നിമിഷം മുതൽ എന്നോടൊപ്പം വരാൻ. അത്രയും പറഞ്ഞുകൊണ്ട് വാടി തളർന്നു നിൽക്കുന്നവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഇതേ സമയം സാവിയും രാധികയും എങ്ങനെ ആദ്യം ഇവിടെ നിന്ന് പുറത്താക്കും എന്നതിനെ പറ്റിയുള്ള ചർച്ചയിലായിരുന്നു. അതിനൊരു വഴിയുണ്ട് രാധുമായി, വർഷയുടെ സ്വരമുയർന്നു. എന്ത് വഴി? രാധികയും സാവിയും ഒരുപോലെ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു. ഒന്നല്ല, 2-3 വഴികൾ നമുക്ക് മുൻപിലുണ്ട്. അതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നീ മനുഷ്യനെ ഭ്രാന്താക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയേണ്ട വർഷേ. അല്ലാതെ നിന്റെ മനസ്സിലുള്ളത് ഞങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുമോ? സാവി, നീ എന്തിനാ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ കിടന്ന് വഴക്ക് പറയുന്നേ? അമ്മയുടെയും മോളുടെയും വഴക്ക് കണ്ട് രാധിക അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് എന്നെ ഒരു വിലയുമില്ല രാധുമായി. ഞാൻ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞാലും ചെയ്താലും ഈ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. ഓ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുട്ടി കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ്. രാധിക കാര്യങ്ങൾ അറിയാൻ തിടുക്കം കൂട്ടി. ഓക്കെ, ഞാൻ പറയാം രാധു അമ്മായി. ഫസ്റ്റ്, നമ്മുടെ കല്യാണിക്കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്ന
ഈ പറയുന്ന ആദിയുടെ ചിറക് നമുക്ക് അരിഞ്ഞു വീഴ്ത്താൻ പറ്റില്ലേ? അതുമാത്രമല്ല, കല്യാണിയുടെ ക്യാരക്ടർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ അവൾ ഏതറ്റം വരെയും പോവും. അങ്ങനെയുള്ള കല്യാണി ഇവിടെ വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? എൻ്റെ പുന്നാര അമ്മായിയും അമ്മയും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നല്ല കാര്യമാണല്ലോ വർഷ. ആ കൊച്ചിവിടെ വന്നാൽ ആദ്യമൊന്ന് ഭയക്കും. അതിൻ്റെ കൂട്ടം നമ്മുടെ സിദ്ധുവേട്ടൻ കൂടി ഇവിടേക്ക് വന്നാലോ? അവൾ ഒരു ചിരിയോടെ അത് ചോദിച്ചതും സിദ്ധാർത്ഥിൻ്റെ മുഖം എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ തെളിഞ്ഞു. അത് നല്ല ഐഡിയ ആണല്ലോ വർഷേച്ചി. വാണിയും അതിനെ സപ്പോർട്ട് ചെയ്തതും അവളുടെ മനസ്സിലുള്ള പ്ലാൻ അവൾ അവിടെയുള്ള എല്ലാവരോടും തുറന്നു പറയാൻ തുടങ്ങി. ഇവിടെ നമുക്ക് അമ്മാവൻ പറഞ്ഞതുപോലെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതും അത് ഉപയോഗിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അല്ലാതെ അതാരും നമുക്ക് മുൻപിൽ കൊണ്ടു തരില്ല. സിദ്ധേട്ടനെയും കല്യാണയും ഒരുമിച്ചിറക്കി കളിച്ച ആദ്യം വീഴും. അമ്മായി സിദ്ധുവേട്ടനെ പോലെ ഒരാൾ ഇവിടെ വന്നാൽ പിന്നെ ആദ്യം ഒന്ന് ഭയക്കും. അതുപോലാണല്ലോ സിദ്ധുവേട്ടൻ്റെ കയ്യിലിരിപ്പ്. എടി, അതൊക്കെ ശരി തന്നെ. പക്ഷേ സിദ്ധുമോനെ ഇവിടേക്ക് കൊണ്ടുവരാൻ മാധവിയമ്മയും ദേവച്ചനും സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലല്ലേ അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ഒത്താശയോട് സാൻവി മോളോട് കാണിച്ചു കൂട്ടിയതെല്ലാം. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. സിദ്ധുവേട്ടൻ്റെ കാര്യങ്ങൾ രാഘവമ്മ നോക്കണം. കല്യാണിയുടെ കാര്യം അമ്മയും. ഐഡിയ പറയാനേ എന്നെ കൊണ്ട് കഴിയൂ. അവരെ ഇവിടെ എത്തിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻപിലുള്ള മറ്റൊരു വഴിയാണ് അവളുടെ ജാതകദോഷം. അത് വേണ്ടതുപോലെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ അവിടെയും നമുക്ക് നേട്ടങ്ങളാണ്. വർഷ കൂട്ടിച്ചേർത്തു. എനിക്ക് മനസ്സിലായി വർഷമോളെ. ഇതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ അവർ കണക്കുകൂട്ടലിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തി ആദിയെ കൂട്ടി താഴേക്കിറങ്ങി വരുന്നത്. ആ വരവിൽ നിന്നും അവരിരുവരും പുറത്തേക്ക് പോവുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അതോടെ സാവിയുടെയും കൂട്ടരുടെയും മുഖമിരുണ്ടു. എന്നാൽ അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിലായിരുന്നു കാർത്തിയുടെ പ്രകടനം. അവൻ ആരെയും നോക്കാതെ ആദിയെ കൊണ്ട് അവൻ വീടിൻ്റെ പുറത്തേക്കിറങ്ങി. കണ്ടില്ലേ ഏട്ടത്തി അവൻ്റെ ധിക്കാരം. ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും ലോകം പിടിച്ചടക്കി എന്നാണ് ആ മോൻ്റെ വിചാരം. സാവി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അവളുടെ ചുണ്ടിലും അതേ പുച്ഛം വിരിഞ്ഞു. അവർ സന്തോഷിക്കട്ടെ സാവി. ഈ സന്തോഷത്തിന് അധികമായി സമയമില്ല. ഏറിപ്പോയ ഒരു 2 മാസം. അതിനുള്ളിൽ ഞാനിവർ രണ്ടിനെയും 2 പാത്രത്തിലാക്കിയിരിക്കും. എത്ര നടക്കാത്ത സ്വപ്നം. ഇതൊക്കെ കേട്ട് അവിടേക്ക് വന്ന സാൻവിയുടെ സ്വരമുയർന്നു. നിനക്കെന്താടി ഇവിടെ കാര്യം? രാധിക അവളെ കണ്ടതും നിന്ന് തുള്ളാൻ തുടങ്ങി. അയ്യോ, ഞാൻ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നൊന്നുമല്ല. അറിയാതെ ഇവഴി പോയപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ കേട്ടുപോയതാ. എന്തായാലും കേട്ട സ്ഥിതിക്ക് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവൾ അവർക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഡി, നിനക്ക് എന്താടി വേണ്ടത്? അടിയൊന്നും വേണ്ടേ. എനിക്ക് വേണ്ടതൊക്കെ തരാൻ എൻ്റെ മാധവി മുത്തശ്ശിയും ദേവച്ചനും ഉണ്ട്. അതുപോലെ എൻ്റെ കാർത്തിയേട്ടനും. വെറുതെ അവരോടുടക്കി കയ്യിലുള്ളതും കൂടി കളയാൻ നിൽക്കണ്ട. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ അവരുടെ ഔദാര്യമാണ്. അത് മറക്കരുത്. ഓ ശരി തമ്പുരാട്ടി, ഞങ്ങളൊന്നും മറക്കുന്നില്ല. നീ അവരുടെ അടിമയല്ലേ. സ്വന്തം തള്ളേക്കാൾ നിനക്കിഷ്ടവും അവരോടല്ലേ? രാധിക പുച്ഛത്തോടെ ചോദിച്ചു. അതെന്താ അങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അവളും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ അവരോട് ചോദിച്ചു. അതോടെ രാധികയുടെ നാവടഞ്ഞു. രാധികയുടെ മൗനം കണ്ടതും അതിഷ്ടപ്പെടാതെ അവർ സാൻവിയുടെ നേരെ തിരിഞ്ഞു. നിനക്കെന്താടി വേണ്ടത്? എൻ്റെ ഏട്ടത്തി എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത്? ഇവർ നല്ലൊരമ്മയല്ല. കൂടെ നിങ്ങളും. സ്വന്തം മക്കളെ നേർവഴിക്ക് നടത്തിക്കേണ്ട നിങ്ങൾ തന്നെയാണ് മക്കളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കുന്നത്. സത്യം പറഞ്ഞ അമ്മമാർക്ക് തന്നെ നിങ്ങളൊക്കെ ഒരു നാണക്കേടാ. ഡി, സാൻവിയുടെ വാക്കുകൾ കേട്ടതും വർഷ അവളുടെ നേരെ ശബ്ദമുയർത്തി. മോളെ വർഷേ, നീ ഇവരുടെ കൂടെ കൂടിയത് തന്നെ നിന്റെ നാശത്തിനാ. ആദ്യമൊക്കെ ഈ ചാട്ടം കാണും. എന്നാ ഇതൊക്കെ കാർത്തിയേട്ടനറിഞ്ഞാ ചാടാൻ പോയിട്ട് നേരെ നിൽക്കാനുള്ള ആരോഗ്യം പോലും പിന്നെ നിനക്ക് കാണത്തില്ല. ഇവറ്റകളുടെ വാക്കും കേട്ട് വെറുതെ നിന്റെ ആരോഗ്യം കളയണോ നീ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് നടന്നു നീങ്ങി.
ഈ സമയം ആദിയും കാർത്തിയും അവരുടെ ഒന്നിച്ചുള്ള ആദ്യത്തെ യാത്ര ആസ്വദിക്കുകയായിരുന്നു. കാർത്തിക്കൊപ്പം അവൻ്റെ ബൈക്കിന് പിന്നിൽ അവനോട് ചേർന്ന് പോകുമ്പോൾ അതുവരെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം പറന്നകലുന്നത് പോലെ അവൾക്ക് തോന്നി. എന്താടി പെണ്ണെ, ഒന്നും പറയാത്തത്? അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചിരുന്ന അവളുടെ കൈവിരലുകളെ എടുത്ത് ചുംബിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാർത്തിയേട്ടാ. അച്ഛൻ ആരുമോളയും അച്ഛമോളയും ബൈക്കിലൊക്കെ കയറ്റി ഇതുപോലെ കറങ്ങാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അതിനെന്താ പെണ്ണെ, ഇപ്പം ഞാനില്ലേ നിൻ്റെ കൂടെ? നിൻ്റെ ഏതാഗ്രഹത്തിനും നിന്നോടൊപ്പം ഈ കാർത്തിയുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ബൈക്ക് അടുത്തുള്ള തട്ടുകടയിലേക്ക് ഒതുക്കി നിർത്തി. ഇവിടെ എന്താ കാർത്തിയേട്ടാ? അതൊക്കെ പറയാം, നീ ഇറങ്ങ്. അവൻ അവളോട് പറഞ്ഞതും അവൾ പതിയെ ബൈക്കിൽ നിന്നും ഇറങ്ങി, ഒപ്പം അവനും. അങ്ങനെ അവർ ഇരുവരും ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് തട്ടുകടയിലേക്ക് നടന്നു. കാർത്തിയെ കണ്ടതും തട്ടുകടയിലെ ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന പണിയെല്ലാം അവിടെ നിർത്തിയതിനു ശേഷം അവൻ ചരികിലേക്ക് നടന്നെടുത്തു. ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? അവർ സന്തോഷത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൻ രമണി ചേച്ചിയെ ഒരു മകൻ്റെ സ്നേഹവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. അതെ, ഇതാണ് എൻ്റെ രമണി ചേച്ചി. നമ്മുടെ ലീലേച്ചിയെ പോലെ തന്നെയാണ് എനിക്കിവരും. അത് കേട്ടതും ആദ്യം അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. മോള് വാ, ഞാൻ ചോദിക്കട്ടെ. അവർ അവളെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു, ഒപ്പം കാർത്തിയെയും. ഞാൻ അറിഞ്ഞിരുന്നു മോളെ നിങ്ങളുടെ കല്യാണമൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ കെട്ടിയോനെ വിട്ട് അവിടേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പലതവണ ഞാൻ മനക്കൽ വന്ന് മക്കളെ കാണാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ അവിടെയുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ വരാനും തോന്നത്തില്ല. ഞങ്ങളുടെ സേതു സാറിനെ പോലെയോ ഗംഗമോളെ പോലെയോ അല്ല ഇപ്പോഴത്തെ മനക്കൽ അധികാരികളൊന്നും. അവിടെ ആകെ സ്നേഹത്തോടെ പെരുമാറുന്നത് മാധവി അമ്മയും ദേവചന്ദ്രൻ സാറും ആ സാൻവി കൊച്ചും മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ മനുഷ്യമൃഗങ്ങളാണ് കൊച്ചേ. അതുങ്ങൾക്കൊന്നും കണ്ണിൽ ചോരയില്ലാത്തവരാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും കുരുതി കൊടുക്കാൻ മടിക്കാത്ത കൂട്ടങ്ങൾ. അതുകൊണ്ട് എൻ്റെ കുട്ടി സൂക്ഷിക്കണം. അവരുടെ വാക്കുകളിൽ അവളോടും കാർത്തിയോടുമുള്ള സ്നേഹം വ്യക്തമായിരുന്നു. ചേച്ചി പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. അവൾ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവർക്കുള്ള മറുപടി നൽകി. അല്ല ചേട്ടി, അല്ല ചേച്ചി, ഭാർഗവേട്ടൻ എവിടെ? കാണുന്നില്ലല്ലോ. ഒന്നും പറയണ്ട കുഞ്ഞെ. ചേട്ടന് രാത്രിയിൽ കാലിന് നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് അരവിമോൻ വന്നിരുന്നു. അവനും ലീലയുടെ ഭർത്താവും കൂടി അതിയാനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. എന്നിട്ട് ചേച്ചി എന്താ പോകാത്തത്? അത് കേട്ടതും കാർത്തിയുടെ സ്വരമുയർന്നു. എൻ്റെ കാർത്തിമോനെ, ഇവിടെ ആകെ കച്ചവടം കിട്ടുന്നത് ഈ സമയങ്ങളിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത് അവരുടെ കൂടെ പോയിക്കോളാമെന്ന്. ഒരു ദിവസം 1000-500 കിട്ടുള്ളെങ്കിലും അത്രയും ആവില്ലേ കാർത്തിമോനെ? ഇപ്പം തന്നെ എത്രായിരം രൂപയാ മോൻ ഒരു കണക്കുമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അതിനെന്താ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് അന്യരാണോ? അങ്ങനെയല്ല മോനെ. ഏട്ടൻ്റെ ചികിത്സയും മോളുടെ പഠിത്തവും ഒക്കെ മോൻ്റെ തലയിലാണ്. എന്തിന്, ഈ കട പോലും മോൻ്റെ സഹായമല്ലേ? അങ്ങനെയൊന്നും രമണിയേച്ചി ചിന്തിക്കണ്ട. ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ. ഒരമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും വേണ്ടത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല. ഇതേ സമയം ആദി കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു കാർത്തികേയൻ എന്ന വ്യക്തിയെ. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ആദിയുടെ മൗനം കണ്ടതും രമണിയുടെ സ്വരമുയർന്നു. അവൾ അങ്ങനെയാ രമണിയേച്ചി, എല്ലാത്തിനും അവൾ സൈലൻ്റാ. ഒരു പാവം പൂച്ചക്കുട്ടി. അത് കേട്ടതും രമണി അവളുടെ തലയിൽ പതുക്കെ ഒന്ന് തലോടിക്കൊണ്ട് തുടർന്നു. മോളെ, ഇങ്ങനെ പാവമായി മനക്കലുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാ അവിടെയുള്ളവരൊക്കെ കൊച്ചിൻ്റെ തലയിൽ കയറി നിരങ്ങും. പ്രത്യേകിച്ച് രാധിക കൊച്ച്. അതുകൊണ്ട് എൻ്റെ കുട്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എൻ്റെ രമണിയേച്ചി, ആ കാര്യത്തിലൊക്കെ എൻ്റെ ഭാര്യ മിടുക്കിയാണ്. വന്ന് കയറിയപ്പോൾ തന്നെ അവർക്കുള്ളത് മുതലും പലിശയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ സൂക്ഷിക്കണം മക്കളെ. അവർ ഇതിലും വലിയ പണി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ആ സത്യൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം രമണിയേച്ചി, ഇവരൊക്കെ എവിടം വരെ പോകുമെന്ന് തന്നെയാ ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങുന്നിടത്ത് ഞാൻ തിരിച്ചടിച്ചു തുടങ്ങും. അതുവരെ അവർ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ. നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളി കാണാം. കാർത്തി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊടുത്തു.
കാർത്തി ഒഴുക്കൻ മട്ടിൽ മറുപടി കൊടുത്തുകൊണ്ട് ഫോണുമായി പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങിപ്പോയതും രമണി അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മോള് കഴിക്ക്. 2 ദോശ അവർ സ്നേഹത്തോടെ അവളുടെ നേരെ നീട്ടി. അത് നിരസിക്കാൻ ആ സമയം അവൾക്കുമായില്ല. അതുകൊണ്ട് തന്നൊരു പുഞ്ചിരിയോടെ അവൾ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിന് മുൻപ് കാർത്തിയെ വിളിക്കാനും മോൾ മറന്നിരുന്നില്ല. അവൻ വരും, എൻ്റെ കുട്ടി കഴിക്ക്. അവർ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൾക്കുള്ള കറികൾ വിളമ്പി. മോളെ, കുറച്ചൊക്കെ ലീല എന്നോട് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞ നിന്റെ അമ്മയോടും അച്ഛനോടുമൊക്കെ എനിക്ക് വെറുപ്പ് തോന്നി. ഞാനും ഒരമ്മയാണ്, അതും ഒരു പെൺകുഞ്ഞിൻ്റെ. അവൾക്കാണെങ്കിൽ ചെവി കേൾക്കില്ല. എന്നിട്ടും ഞാനും എൻ്റെ ഏട്ടനും നെഞ്ചോട് ചേർത്താണ് അവളെ വളർത്തിയത്. നിങ്ങളുടെ അവിടുത്തെ സാൻവിക്കുഞ്ഞിനെ പോലെയാണ് കാർത്തിക്കിന് എൻ്റെ മോൾ പ്രിയയും. സത്യത്തിൽ കാർത്തിക്കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കുപ്പി വിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടവരായിരുന്നു ഞങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ച് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് ഞങ്ങളുടെ കാർത്തിമോനാണ്. ആ മോൻ്റെ പെണ്ണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മകൾ തന്നെയാണ്. ഇന്നു മുതൽ മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരമ്മ എന്ന നിലയിൽ മോൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം. ഞാനുണ്ടാകും മോളുടെ കൂടെ, ഒരമ്മയായും ചേച്ചിയായും ഒക്കെ. അത് കേട്ടതും അവളുടെ മിഴികൾ വല്ലാതെ നിറഞ്ഞു. അത് കണ്ട് രമണിക്കും വല്ലാത്ത വിഷമം തോന്നി. അവർ ആ മിഴികൾ തുടച്ചു കൊടുത്തു. അവളോടൊപ്പം ചേർന്നിരുന്ന് അവളെ ആശ്വസിപ്പിച്ചു. അവൾക്കും രമണി ഒരാശ്വാസമാകുകയായിരുന്നു. ആരോരുമില്ലാത്ത ആദിക്ക് അവിടെ മുതൽ അവളുടെ ആരുമല്ലാത്ത ചില നല്ലവരായ ആളുകൾ അവളുടെ പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രമണിയേച്ചോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് അവർ പോയത് അവരുടെ ചിട്ടി ഓഫീസിലേക്കായിരുന്നു. ഇതിനു മുൻപ് പലതവണ രഘു പറഞ്ഞിട്ട് അവൾ ആ ഓഫീസിൽ വന്നിട്ടുള്ളത് ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ ഓഫീസ് കണ്ടിട്ടത്ര അത്ഭുതമൊന്നും തോന്നിയില്ല. അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും അവളുടെ മനസ്സ് നിറയെ അവളുടെ പഴയ കാലങ്ങളാണെന്ന് ആ നിമിഷം തന്നെ കാർത്തിക്ക് വ്യക്തമായിരുന്നു. ആദി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നോട്, പഴയ കാര്യങ്ങളോർത്ത് ഡെസ്പാകരുത്. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ചെയ്തു തീർക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് നീ ഡെസ്പായ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീ ഇതിനെ എങ്ങനെയായിരിക്കും ആദ്യം ഫേസ് ചെയ്യുക? അതുമാത്രമല്ല, ഈ ഓഫീസും ഇതിനു മുൻപിൽ കാണുന്ന നമ്മുടെ സൂപ്പർ മാർക്കറ്റുമൊക്കെ ഇനി മുതൽ നീയാണ് നടത്തേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകളെ നിനക്ക് കാണേണ്ടതായി വരും. നിന്നെ സഹായിച്ചവർ, നിന്നെ പുച്ഛിച്ചവർ, നിന്നെ ഉപദ്രവിച്ചവർ, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇനി മുതൽ നിന്റെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോഴൊക്കെ നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? വീട്ടിൽ രാധികമ്മയോട് സംസാരിച്ച അതേ ചങ്കൂറ്റത്തോടെ വേണം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ. നീ അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അതിൽ നമുക്ക് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും കാണും. അതൊക്കെ മനസ്സിലാക്കി വേണം ഒരുപാട് മുൻപോട്ട് ജീവിക്കാൻ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ പെണ്ണെ ഞാൻ പറയുന്നതൊക്കെ? ഉണ്ട് കാർത്തിയേട്ടാ, എനിക്കും ജീവിക്കണം, ആരെയും പേടിക്കാതെ, എന്നെ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും മുന്നിൽ. ഈ വാശിയുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ ആദി. ഇനി മുതൽ നീ വെറും ആതിര രഘുനാഥല്ല, ആതിര കാർത്തികേയനാണ്, ഈ കാർത്തിയുടെ ഭാര്യ. നിന്നോടാരെങ്കിലും എന്താടി എന്ന് ചോദിച്ചാൽ നിനക്കെന്താടാ വേണ്ടത് എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരിക്കണം. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവൻ അവളെ മറ്റൊരാളാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ കുറച്ചു നേരം ചിട്ടി ഓഫീസിലിരുന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ആദിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ അവിടെ നിന്നും പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവർ ഒരുമിച്ച് വരുന്നത് കണ്ടതും അവിടെയുള്ള തൊഴിലാളികളെല്ലാം കാർത്തിയെയും ആദിയെയും കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്താ പ്രഭേച്ചി ഇങ്ങനെ നോക്കുന്നേ? അവനൊരു കുഞ്ഞു പുഞ്ചിരിയോട് അവരോട് ചോദിച്ചു. ഇങ്ങനെ ഒരു കാഴ്ച ഒരുപാട് ആഗ്രഹിച്ചതല്ലേ മോനെ ഞങ്ങളൊക്കെ? അവർ സന്തോഷത്തോടെ പറഞ്ഞതും കാർത്തി ഹൃദയം തുറന്നൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് ആദിയിലേക്ക് തിരിഞ്ഞു. ആദി, ഇവരൊക്കെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇത്രയും ഭംഗിയായി നടക്കുന്നതിൻ്റെ കാരണക്കാർ. ഇവരൊന്നും ഇവിടുത്തെ തൊഴിലാളിയായിട്ടല്ല ഞാൻ കാണുന്നത്, എൻ്റെ സ്വന്തക്കാരായിട്ട് തന്നെയാണ്. അതുപോലെ വേണം നീയും ഇനി മുതൽ ഇവരെ കാണാൻ. വേണിയും പ്രഭേച്ചിയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരാണ്. സന്ധ്യയും പവിത്രയും അല്പം ദൂരെയും. പിന്നെ പവിത്ര നമ്മുടെ അരവിയുടെ ബന്ധുവാണ്. കാർത്തി അവിടെയുള്ള ഓരോരുത്തരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൾ കേട്ടിരുന്നു. ഇനി നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക, ഞാൻ ചിട്ടി ഓഫീസിൽ കാണും. പിന്നെ പ്രഭേച്ചി, എൻ്റെ പെണ്ണിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവനൊരു കളി അവരോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി.
അല്പസമയം കൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാവരുമായി ആദ്യ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തിരുന്നു. പ്രഭേച്ചിക്കൊരു മകളായിട്ടാണ് ആദിയെ തോന്നിയത്. എങ്കിൽ ബാക്കിയുള്ളവർക്ക് അവൾ ഒരു സഹോദരിയെപ്പോലെയായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഇവർ കാർത്തിക്ക് നൽകുന്ന സ്ഥാനം അവൾ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ അവരോടൊപ്പം ഇരുന്ന് സമയം മുൻപോട്ട് പോയി അവരുടെ കളിയും ചിരിയുമൊക്കെ ആയപ്പോൾ ആദിക്കും തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങി. ആദ്യത്തെ ആ മൗനം ഉപേക്ഷിച്ചുകൊണ്ട് അവൾ അവരോട് അവരിൽ ഒരാളായി പെരുമാറാൻ തുടങ്ങി. അവരും അതായിരുന്നു ആഗ്രഹിച്ചത്. ഇതേ സമയം ആദിയുടെ വീട്ടിൽ, രഘുവേട്ടാ, ആ കറമ്പി മനക്കൽ തറവാട് അടച്ചു ഭരിക്കുകയാണെന്ന് നമ്മുടെ വടക്കേൽ ആശ പറഞ്ഞു. അവൾ മനക്കൽ തറവാട്ടിലെ പറമ്പണിക്കാരിയല്ലേ? സത്യമാണോ? രഘു അവളോട് ചോദിച്ചു. പിന്നെ അവർക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടുന്ന് പോയതോടെ അവളുടെ ശുക്രൻ തെളിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ തെളിയാൻ ഞാൻ സമ്മതിക്കില്ലേട്ടാ. ഇവിടെ അവൾ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ വേണം അവൾ അവിടെയും ജീവിക്കാൻ. അത് നമുക്കെങ്ങനെ സാധ്യമാക്കാൻ പറ്റുമായേ? നീ പറഞ്ഞ പോലെ അവൾക്കവിടെ കാർത്തി അധികാരമൊക്കെ കൊടുത്തു കാണും. എന്നാലും ആ മനക്കിലെ പെണ്ണുങ്ങളോടൊപ്പം അവൾ എങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ട്? അയാൾ അവരോട് സംശയത്തോടെ ചോദിച്ചു. ഞാനും അതൊക്കെ തന്നെയാണ് രഘുവേട്ടാ ചിന്തിക്കുന്നത്. ഇതിനും മാത്രമുള്ള ധൈര്യമൊന്നും ആ പെണ്ണിനുണ്ടായിരുന്നില്ല. എന്തായാലും കാര്യങ്ങളുടെ കിടപ്പുവശം നമുക്ക് കൃത്യമായി അറിയണം. നീ ആ ആശയോടൊന്നുകൂടി നേരാംവണ്ണം ചോദിച്ചു നോക്ക്. ഞാനും ആരോടെങ്കിലും ഇതേപ്പറ്റി ചോദിക്കാം. അങ്ങനെ ആദിയെക്കുറിച്ച് നീണ്ട ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരതിയുടെ വരവ്. ഉമ്മറത്തെത്തിയപ്പോൾ തന്നെ അവരുടെ സംസാര വിഷയം ആദിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് കേട്ടതും ആരതിയുടെ ചുണ്ടിൽ വിരിഞ്ഞത് പുച്ഛമായൊരു ചിരിയായിരുന്നു. തൻ്റെ വീട്ടുകാരോടുള്ള പുച്ഛം. കഷ്ടം തന്നെയാണച്ചാ നിങ്ങളുടെയൊക്കെ കാര്യം. എത്ര കിട്ടിയാലും നിങ്ങളൊന്നും പഠിക്കില്ല. വീണ്ടും വീണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാനായി ഇറങ്ങിക്കോളും. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ആദിയുടെ കാര്യം സംസാരിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. വടക്കേൽ ആശ പറഞ്ഞതൊക്കെ നീ അറിഞ്ഞോ? ആദി മനക്കൽ തറവാട്ടിൽ ഭരണം തുടങ്ങിയെന്ന്. ഇവിടെ ഓച്ചാനിച്ച് നിന്നവളാ മനക്കൽ തറവാട്ടിലെ കെട്ടിലമ്മയെ പോലെ ജീവിക്കുന്നത്. എന്നാലേ അത് മാത്രമല്ല, പഴയ ആദി ചേച്ചി അല്ല അവരിപ്പോൾ. സിറ്റിയിലുള്ള കാർത്തിയേട്ടൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി കൂടിയാണ് ആദിയേച്ചി. ഞാൻ വരുന്ന വഴിക്ക് ആ ചേച്ചിയും ചേട്ടനെയും സിറ്റിൽ വെച്ച് കണ്ടിരുന്നു. പണ്ടൊക്കെ ഒരുപാട് ആ പാവത്തെ ദ്രോഹിച്ചതുകൊണ്ട് അങ്ങോട്ട് പോയി മിണ്ടാൻ പറ്റില്ലല്ലോ. എന്നാലും സാരമില്ല, ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? ഈ നരകത്തിൽ നിന്നും ആ പാവം രക്ഷപ്പെട്ടില്ലേ? അത് തന്നെ മഹാഭാഗ്യം. നീ എന്താ ആരതി പറഞ്ഞത്? അവൾ സൂപ്പർ മാർക്കറ്റിലുണ്ടെന്നോ? ഇതൊക്കെ കേട്ടു നിന്ന മായയ്ക്ക് വെപ്രാളമായി. എന്താ, അമ്മയ്ക്ക് കേൾവിശക്തിയും ഇത്ര പെട്ടെന്നില്ലാതായോ? അവൾ അവരോട് പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഡി, അവിടെ നിന്നേ. മായ ആരതിക്ക് പിന്നാലെ ചാടിത്തുള്ളി അകത്തേക്ക് നടന്നു. അങ്ങനെ ചിട്ടി ഓഫീസിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് നേരം ഇരുട്ടിയതും അവർ അവിടെ നിന്നും മനക്കിലേക്ക് പുറപ്പെട്ടു. ആദിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സാധാരണ പുറത്തുള്ള ആളുകളുമായി അടുത്തിടപഴകാനൊന്നും ആദിയുടെ വീട്ടുകാർ അവളെ സമ്മതിച്ചിരുന്നില്ല. ലക്ഷ്മി, നയന, അങ്ങനെ 1-2 കൂട്ടുകാർ മാത്രമായിരുന്നു ആദിക്കെന്ന് പറഞ്ഞുണ്ടായിരുന്നത്. അതിനപ്പുറം ഒരു വലിയ ലോകം തന്നെ കാർത്തി അവൾക്ക് തുറന്നു കൊടുത്തു. അതിലവൾ സന്തോഷവതിയുമാണ്. വീട്ടിൽ തിരിച്ചെത്തിയ ആദിയെയും കാർത്തിയെയും കാത്ത് മാധവിയമ്മയും അവരോടൊപ്പം സാൻവിയും ഉണ്ടായിരുന്നു. അവളുടെ മുഖത്തെ തെളിഞ്ഞ പുഞ്ചിരി കണ്ടപ്പോഴാണ് മുത്തശ്ശിക്ക് സമാധാനമായത്. അയ്യോ, മുത്തശ്ശിയൊന്നും കിടന്നിരുന്നില്ലേ? തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന മാധവിയമ്മയെ കണ്ടതും ആദി അവരുടെ അടുത്തേക്ക് ചെന്ന് തിരക്കി. മുത്തശ്ശിയുടെ മോള് മനസ്സ് വിഷമിച്ച് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കും കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് മക്കൾ വരുന്നവരെ സാൻവി മോളെയും കൂട്ടി ഞാൻ ഇവിടങ്ങിരുന്നു. അവരുടെ ആ വാക്കുകൾ അവളെ ഏറെ സന്തോഷിപ്പിച്ചു. തന്നെയും കാത്തിരിക്കാൻ ആളുകളുണ്ടെന്നുള്ള സത്യം ആ നിമിഷം അവൾ തിരിച്ചറിയുകയായിരുന്നു. എന്താ മോളെ ആലോചിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല മുത്തശ്ശിയമ്മേ. അല്ല, എൻ്റെ മുത്തി വല്ലതും കഴിച്ചിരുന്നോ? അതോ ഞങ്ങളെ കാത്തിരുന്ന് വിശപ്പൊക്കെ കെട്ടുപോയോ? അവൾ അല്പം കുസൃതിയോടെ തന്നെ അവരോട് ചോദിച്ചു. അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നതാണ് എൻ്റെ ഏട്ടത്തി നല്ലത്. എത്ര തവണ നിർബന്ധിച്ചിട്ടാണ് മുത്തശ്ശി ഒന്ന് ഭക്ഷണം കഴിച്ചതെന്ന് ഏട്ടത്തിക്ക് അറിയാവോ? ഏട്ടത്തിയുടെ മനസ്സ് വിഷമിച്ചാ ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞ് ആകെ ബഹളമായിരുന്നു മുത്തശ്ശി. ഇവിടെ എൻ്റെ അമ്മയ്ക്കും സാവിയമ്മയ്ക്കും ഒക്കെ വയറ് നിറച്ച് മുത്തശ്ശി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊന്നും ഇനി വലിയ ചാട്ടം കാണില്ല. സാൻവി വലിയ ബുദ്ധിമതികളെ പോലെ അവരോട് സംസാരിച്ചു. ഓ മതി മതി, സംസാരമൊക്കെ നാളെയാകാം. മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ഞങ്ങൾ കഴിച്ചതാ മുത്തശ്ശി. എങ്കിൽ മക്കൾ പോയി ഉറങ്ങാൻ നോക്ക്. മാധവി അവരെ ഇരുവരെയും മുറിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സാൻവിയുമായി അവരുടെ മുറിയിലേക്ക് നടന്നു. റൂമിലെത്തിയതും ആദ്യ നേരെ ബെഡിലേക്ക് വീണു. അതുപോലെ ക്ഷീണം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു.
അത് കണ്ടതും കാർത്തിയുടെ സ്വരമുയർന്നു. എൻ്റെ ആദി, നീ പോയി ഫ്രഷ് ആയിക്കേ. നേരം എത്ര ആയെന്ന് വെച്ചാ, നമുക്ക് ഉറങ്ങണ്ടേ? ഒന്ന് പോയേ കാർത്തിയേട്ടാ, എനിക്കിനി വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ? ഇന്ന് എവിടെയൊക്കെ പോയതാ? ശരീരം മുഴുവൻ വേർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് എൻ്റെ കുട്ടി വാശിയൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ഫ്രഷായി വരുന്നതാകും നല്ലത്. ഏട്ടാ, അവൾ ചിണുങ്ങി. ഒരേട്ടനുമില്ല. എൻ്റെ കൊച്ചു പോയി ഫ്രഷായിട്ട് വന്നേ. അവൻ അലമാരയിൽ നിന്നും അവൾക്ക് ഉടുത്തു മാറേണ്ട ഡ്രസ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. ഇനി നിന്ന കാർത്തി തന്നെ കോരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുവിടുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ നല്ല കുട്ടിയായി ഫ്രഷ് ആകാനായി വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവർക്ക് കിടക്കാനുള്ള ബെഡ് കാർത്തി വൃത്തിയായി കുടഞ്ഞു വിരിച്ചു. അതിനുശേഷം തനിക്ക് ഉടുത്തു മാറാനുള്ള തുണിയും എടുത്തു വെച്ചുകൊണ്ട് അവൻ ബാൽക്കണിയുടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ആകാശത്തേക്കുള്ള നക്ഷത്രങ്ങളെ നോക്കി. അതിൽ പതിവിലും തെളിമയോടെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടതും കാർത്തിയുടെ മുഖം വിടർന്നു. അമ്മയും അച്ഛനും ഇതൊക്കെ കാണുന്നുണ്ടോ? ഈ കാർത്തിക്കും ഇന്നൊരു കുടുംബമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരു പാവം പെണ്ണാണ് എൻ്റെ ആദി. സ്നേഹിക്കാൻ മാത്രറിയാവുന്ന ഒരു പൊട്ടിപ്പെണ്ണ്. അവൻ ആകാശത്തിളങ്ങുന്ന നക്ഷത്രങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അതിലവന് ആദി എന്ന തൻ്റെ പാതിയായവളോടുള്ള പ്രണയവും നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ അച്ഛനോടും അമ്മയോടും തൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ആദി കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും കാർത്തി ബാൽക്കണി ക്ലോസ് ചെയ്ത് അവളുടെ അരികിലേക്ക് നടന്നെടുത്തു. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും നാണം കലർന്നൊരു കുഞ്ഞു പുഞ്ചിരി അവളിൽ ഉടലെടുത്തു. അവൻ അവളുടെ അരികിലേക്ക് അടുക്കും തോറും ആദി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയം അവനും ആസ്വദിക്കുകയായിരുന്നു അവളുടെ കണ്ണിലുണ്ടായ ആ പിടച്ചിലും വെപ്രാളവുമൊക്കെ. അതിനെ ഏറെ ആസ്വദിച്ചുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞതും അവൾ എന്തോ പ്രതീക്ഷിച്ചതുപോലെ കണ്ണുകൾ അമർത്തി അടച്ചു. അത് കണ്ട് ഒരു കള്ളച്ചിരിയോടെ അവളുടെ തോളിൽ കിടന്ന തോർത്തും എടുത്തുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് നടന്നു. 2 മിനിറ്റ് കഴിഞ്ഞതും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. ഇതെവിടെ പോയി? അവൾ കൈവിരൽ കടിച്ചുകൊണ്ട് ചിന്തിച്ചു. ഒപ്പം അവനോടൊപ്പമുണ്ടായ മനോഹരമായ നിമിഷങ്ങളും. ആ ചിന്തയിൽ അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു.